എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബൈബിളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള ചില പഠനങ്ങളാണ് ഇന്നു മുതൽ നമ്മൾ ചില ദിവസങ്ങളിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രസംഗങ്ങളിലൂടെയും കഥകളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. മോശ, ഏലിയാവ്, എലീഷ, അങ്ങനെ പ്രധാനമായി പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ചല്ല, നമ്മൾ കണ്ടിട്ടും കാണാതെ പോയ എന്നാൽ വളരെയധികം ആഴമായ വെളിപ്പാടുകൾ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില വ്യക്തികൾ, ആ വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് അവരെക്കുറിച്ചുള്ള ചില മർമ്മങ്ങളെ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് കാലേബ്. ഇന്നത്തെ ഈ ആദ്യത്തെ വീഡിയോയിൽ കാലേബിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാലേബ് എന്ന് പറയുന്ന മനുഷ്യൻ ബൈബിളിലെ, പ്രത്യേകിച്ച് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സിൽ കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാൻ 12 പേര് മോശ അയച്ചു. ആ 12 പേരിൽ ഒരാളാണ് കാലേബ്. കാലേബിനോട് കൂടെ 12 പേരിൽ ഒരാളായി യോശുവയും ഉണ്ടായിരുന്നു. ഇവർ കനാൻ ദേശത്ത് പോയി ഏകദേശം 40 ദിവസങ്ങളോളം അവർ കനാൻ ദേശത്തെ ചുറ്റി നടന്ന് അവർ വീക്ഷിക്കുവാനിടയായി. ഉറ്റുനോക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു നോക്കുകയാണ്. കനാൻ ദേശത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഇവർക്കുണ്ടാകണം. അപ്പോൾ ഈ 12 പേര് പോയിട്ട് 40 ദിവസം ചുറ്റി നടന്ന് കനാൻ ദേശത്തെ ഉറ്റുനോക്കി. എന്നിട്ട് അവർ തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ 10 പേര് പറയുന്നത് നെഗറ്റീവാണ്. അവിടെ വലിയ ഗോപുരങ്ങളുണ്ട്, വലിയ പട്ടണവാതിലുണ്ട്, മല്ലന്മാരുണ്ട്, അവർ വളരെ ഉയരമുള്ളതാണ്, അവർ ബലവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ സാഹചര്യത്തെ അവർ ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ 12 പേരിൽ 10 പേര് നെഗറ്റീവ് പറഞ്ഞപ്പോൾ 2 പേര് പറയുകയാണ് അവരെ നമുക്ക് കീഴടക്കാൻ പറ്റും. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 12 പേര് പോയി, അതിലെ 10 പേര് നെഗറ്റീവ് പറഞ്ഞു, 2 പേര് പോസിറ്റീവ് പറഞ്ഞു. സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നിലവിളിയും അവർക്ക് തിരികെ പോകണമെന്നുള്ള ആഗ്രഹവും മറിച്ച് കനാൻ ദേശത്തെക്കുറിച്ചുള്ള അവരുടെ ഭയവുമൊക്കെ മോശയോട് അവതരിപ്പിക്കുകയാണ്. കനാൻ ദേശത്ത് താമസിക്കുന്ന അന്നത്തെ ആളുകളുമായി മല്ലിടാനോ യുദ്ധം ചെയ്യാനോ യാതൊരു ശക്തിയും ഇസ്രായേൽ ജനത്തിനില്ല എന്നാണ് 10 പേര് പറയുന്നത്. പക്ഷേ കാലേബ് പറയുകയാണ് അവർ നമ്മളുടെ ഇരയാണ്, നമ്മളുടെ ബ്രെഡ് ആണെന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ നമ്മുടെ ബ്രെഡാണ്. അതായത് കാലേബിന് അവരെ കണ്ടപ്പോൾ ബ്രെഡ് പോലെയാണ് തോന്നിയത്. മറ്റുള്ളവർക്ക് അവർ മല്ലന്മാരാണെങ്കിൽ കാലേബിന് 40 വയസ്സുള്ള കാലേബിന് തോന്നിയത് ബ്രെഡാണെന്നാണ്. ദൈവം 14-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കണം. 14-ാമത്തെ അധ്യായത്തിൽ ദൈവം തിരികെ പറയും ഈ നെഗറ്റീവ് പറഞ്ഞ 10 പേരും അവരുടെ തലമുറയും ഈ മരുഭൂമിയിൽ പട്ടുപോകും. അതായത് അവിശ്വാസം പറഞ്ഞ ആരും കനാൻ ദേശം കാണുകയില്ല. എന്നാൽ വിശ്വാസം പറഞ്ഞ കാലേബ് അവൻ വാഗ്ദത്തം കാണും വരെ അവൻ മരിക്കുകയില്ല. കാലേബ് വിശ്വാസത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ ആശ്രയിച്ചു. ദൈവം അവകാശം പറഞ്ഞ ഭൂമി അവന് ലഭിക്കുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. കാലേബ്, നീ എന്താണ് വിശ്വസിച്ചത്? എനിക്ക് വെളിപ്പാടിൽ പറയാൻ പറ്റും. കാലേബ് വിശ്വസിച്ചത് മോശയോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം, അത് കാലേബ് വിശ്വസിച്ചു. 2, അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം കാലേബ് വിശ്വസിച്ചു. പിതാക്കന്മാരിലൂടെ ദൈവം ഇടപെട്ട അവകാശ ഭൂമി തനിക്ക് ലഭിക്കുമെന്ന് കാലേബിന് വിശ്വസിച്ചു.
യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാലേബ് പറയുകയാണ്, അന്ന് ഉറ്റുനോക്കുവാൻ, കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാൻ മോശ എന്നെ അയച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രായം 40-ാമത്തെ വയസ്സാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ പ്രായമെന്ന് പറയുന്നത് 80-ാമത്തെ വയസ്സാണ്. അപ്പോൾ 80-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും ഉണ്ടായിരുന്ന അതേ ആരോഗ്യം ഇപ്പോഴും എന്നിലുണ്ട് എന്ന് കാലേബ് പറയുകയാണ്. കണ്ടോ, 40-ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ചുറുചുറുക്ക്, ആ ആരോഗ്യം 80-ാമത്തെ വയസ്സിലും കാലേബിനുണ്ടായിരുന്നു. കാരണം പറയുന്ന വാക്കുകൾ വിശ്വാസത്തിൻ്റെതാണ്, പറയുന്ന വാക്കുകൾ വെളിപ്പാടിൻ്റെതാണ്. നിൻ്റെ വാക്കുകൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ, നിൻ്റെ വാക്കുകൾ ഫെയ്ത്തിലാണ് എങ്കിൽ, വെളിപ്പാടിലാണ് എങ്കിൽ, നീ വിശ്വസിച്ചിരിക്കുന്നത് വാക്തത്വത്തിലാണെങ്കിൽ, നിനക്ക് മറ്റാർക്കുമില്ലാത്ത ഹെൽത്ത് നിന്നിൽ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് തകർച്ചയിലേക്കല്ല, നമ്മെ വിളിച്ചിരിക്കുന്നത് അവകാശികളായിട്ടാണ്, ഉടമസ്ഥരായിട്ടാണ്, സന്തോഷത്തിലേക്കാണ്, അനുഗ്രഹത്തിലേക്കാണ്. നമ്മുടെ വാക്തത്വത്തെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ഡെസ്റ്റിനിയെ തിരിച്ചറിഞ്ഞ്, ആ ഡെസ്റ്റിനിക്കൊത്തവണ്ണം സംസാരിക്കാനും പെരുമാറാനും മൂവ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ, കാലേബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാലേബിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, കാലേബിനോടൊപ്പം മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരാരും വാക്തത്വ ദേശം തൊട്ടില്ല. എന്തിനേറെ പറയുന്നു, മോശ പോലും വാക്തത്വ ദേശത്തെ കാല് ചവിട്ടിയില്ല. എന്നാൽ വിശ്വാസം പറഞ്ഞ 2 പേരോ, യോശുവയും കാലേബും. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ മരുഭൂമിയിൽ മഹത്വത്തിൽ ജനിച്ച ഒരു തലമുറ, മഹത്വത്തിൻ്റെ സഹായത്തോടെ ജനിച്ചൊരു തലമുറ, മരുഭൂമിയിൽ ജനിച്ച തലമുറ, അവർ വാക്തത്വ ഭൂമിയെ അവകാശമാക്കി. അവരോടൊപ്പം വിശ്വാസം പറഞ്ഞ, വെളിപ്പാടിൽ സഞ്ചരിച്ച, കാലത്തിനു മുൻപേ സഞ്ചരിച്ച കാലേബ്, അദ്ദേഹവും വാക്തത്വം അവകാശമാക്കി. ഞാനൊരു കാര്യം പറയാം, നിൻ്റെ കൂടെ 1000 പേരുണ്ടാകാം. ആ 1000 പേരും നിന്നോടൊപ്പം ചേർന്ന് ഇരുന്ന് നെഗറ്റീവ് പറയാതിരിക്കാം. ആ 1000 പേരിൽ നീ ഒറ്റയ്ക്കായിരിക്കാം പോസിറ്റീവ് സംസാരിക്കുന്നത്. നീ ഒറ്റയ്ക്കായിരിക്കും നിൻ്റെ ഡെസ്റ്റിനിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്. നീ ഒറ്റയ്ക്കായിരിക്കും നിൻ്റെ ഡെസ്റ്റിനിയെക്കുറിച്ച്, നീ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ എഫേർട്ട് ഇടുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ നീ ഒരാൾ മതി. ആമേൻ, ഹല്ലേലൂയ. മറ്റവരാരും കണ്ടിട്ടില്ലാത്ത ഡെസ്റ്റിനിയിലേക്ക് എത്താൻ ദൈവം നിൻ്റെ കാലുകളെ ബലപ്പെടുത്താൻ പോകുന്നു, നിനക്ക് ആരോഗ്യം തരാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തെ സ്വീകരിക്കുക. കാലേബിൽ വെളിപ്പെട്ട ഡിവൈൻ ഹെൽത്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങളുടെ ശരീരങ്ങളിലും വെളിപ്പെട്ട് വരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വ്യക്തിയുടെ ചരിത്രവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരും. God bless you. Amen.